ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് നമ്മുടെ ശ്രുതി ആണെങ്കിലും അമ്പനും വില്ലിനും എടുക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ശ്രുതി വഴക്കിട്ട് ശ്രുതിയുടെ അടുത്തുനിന്ന് പോയി. ഇവളുടെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് ചിരി വരുവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ചിരി ഒരുമാതിരി പൊട്ടച്ചിരി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി. ആ സമയത്ത് രേവതി നമ്മുടെ ദേവുവിനെ കാണാൻ ചെന്നു. എന്നിട്ട് ദേവുവിനോട് ഒരുപാട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ചേച്ചിയുടെ സന്തോഷം എനിക്ക് അറിയാമെന്നൊക്കെ ദേവു ഇങ്ങനെ രേവതിയോട് പറയുകയും ചെയ്തു. ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നാളെയാണ് അത് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ നീ ജോലിക്ക് അപേക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് മുൻപ് അപ്ലൈ ചെയ്തത്, അപ്പോൾ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ ദേവ് പറയുമ്പം എന്താ ജോലിയും ചോദിച്ചു. അപ്പോൾ അക്കൗണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഏത് കമ്പനിയിലാണെന്ന് ചോദിക്കുമ്പോൾ കമ്പനിയിലല്ല, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മെറ്റേണിറ്റി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ മോളെ. അതെ, നാളെ രാവിലെ ഇൻ്റർവ്യൂ എന്ന് ദേവ് പറഞ്ഞു. ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് പറയുമ്പോൾ പിന്നെന്താ ഞാൻ വരാമല്ലോ എന്നും ദേവിനോട് രേവതി പറയുക. നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ മോളെ എന്നും രേവതി പറയുകയും ചെയ്തു. ചേച്ചി എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ, ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണോ എന്ന് രേവതിയോട് ചോദിക്കുക. ഈ ജോലി കിട്ടുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പം നമുക്ക് നോക്കാടി മോളെ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ വീട്ടിൽ നിന്ന് മീരയെ ഫോൺ വിളിക്കുക. അപ്പം മീരയെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താടിയെന്ന് ചോദിച്ചു. നീ നാളെ രാവിലെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുമെന്ന് ചോദിച്ചു ശ്രുതി. അപ്പം ഞാൻ കൺസീവ് ആകുന്നില്ലല്ലോ മീരെ, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്ത് പ്രോബ്ലം? കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 1 വർഷം പോലും ആയില്ലല്ലോ, ഇപ്പം ചെക്കപ്പ് നടത്തേണ്ട ആവശ്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ആവശ്യമുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ വേണം മീര എന്ന് ശ്രുതി പറയുക. ഞാൻ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്നും പറഞ്ഞു. നീയും കൂടെ ഒന്ന് വരണം, ഓക്കെ എന്നും പറഞ്ഞു ഇങ്ങനെ ശ്രുതി വിളിച്ചു. അപ്പോൾ ഓക്കെ ഞാൻ ഏറ്റവും ഒന്ന് മീര പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ശ്രുതി വീട്ടിൽ വിഷമിച്ചിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയെ കാണിക്കുന്നത്. സച്ചിയാണെങ്കിൽ ഒരു ഓട്ടത്തിൻ്റെ കാര്യം പറയുന്നത്, ഒരു പട്ടാളക്കാരൻ്റെ കാര്യം. അതിന് രാവിലെ നീ തന്നെ പോകണം, അപ്പോൾ വഴിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തന്നേക്കാവെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളുടെ മോളുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിയടാന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രേവതി അതെ നാളെ അല്ലേ ദേവുവിൻ്റെ ഇൻ്റർവ്യൂ, ഇന്നലെ അവളുടെ റിസൾട്ട് വന്നില്ലേ, അപ്പോൾ നാളെ തന്നെ എങ്ങനെയാ ജോലിക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റും, ജോലിക്കൊന്ന് ഉറപ്പുള്ളത് കൊണ്ടേ അവൾ നേരത്തെ അപേക്ഷ അയച്ചതാണെന്ന കാര്യം രേവതി പറയും. ഇവിടെ 7 ഡിഗ്രി ഉള്ളവൻ ഇത്രയും കൊല്ലം അലഞ്ഞിട്ടും ഒരു ജോലിയും കിട്ടിയില്ല, ഇപ്പം ഡിഗ്രി പാസ്സായ ഉടനെ ജോലിയോ, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു സച്ചി. ജോലി കിട്ടിയെന്ന് ഉറപ്പിക്കാൻ പറയട്ടെ സച്ചേട്ടാ, ഇൻ്റർവ്യൂവിന് പോകുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ദേവുവിന് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് സച്ചി രേവതിയോട് പറയുക. അതും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുമ്പോൾ അക്കൗണ്ടൻറ്റിന് ഒരു ഒഴിവേ ഉള്ളൂ, അതാണ് എൻ്റെ ടെൻഷൻ. AR ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, കിട്ടിയ രക്ഷപ്പെട്ടുവെന്നും രേവതി പറയുക. അല്ല ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചപ്പം അതെ നാളെ രാവിലെ തന്നെ അവിടെ എത്തണം, ഞാനും കൂടെ ചെല്ലണമെന്നാണ് ദേവ് പറഞ്ഞിരിക്കുന്നത് എന്ന് സച്ചി പറയുക. അപ്പോൾ രേവതി ഇങ്ങനെ നാളെ നല്ല തിരക്കുള്ള ദിവസമാണ്, 2-3 ഓർഡറും കൊടുക്കാനുണ്ടെന്നൊക്കെ രേവതി പറഞ്ഞു. എന്നാലും കൂടെ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പം അല്ല പോവുകയാണെങ്കിൽ ഞാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു. അയ്യൊന്നും വേണ്ട സച്ചേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാവെന്നും രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് ജോലി കിട്ടുന്ന ആ ഒരു ആഴ്ച എനിക്ക് കാണണം, ആ ജോലി കിട്ടണം, നടക്കാതെ പോയ എൻ്റെ ആഗ്രഹങ്ങൾ അവളിലൂടെ എനിക്ക് നടന്ന് കാണണമെന്ന് രേവതി സച്ചിയോട് പറയുക കേട്ടോ. അതിനേക്കാളും വലിയ സന്തോഷമൊന്നും ഇല്ല എനിക്കെന്നൊക്കെ രേവതി പറഞ്ഞിങ്ങനെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ സച്ചിക്കത് മനസ്സിലായി, രേവതിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ എല്ലാം നടക്കുക രേവതി, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി സമാധാനിപ്പിക്കാം. അപ്പോൾ അച്ഛൻ്റെ ഒരു സ്വപ്നം കൂടി ആയിരുന്നു അതൊന്നും, പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം അച്ഛന് ദൈവം കൊടുത്തില്ല എന്ന് പറഞ്ഞ് രേവതി സങ്കടപ്പെടുക. അങ്ങനെ സങ്കടത്തോടെ നിന്ന് ഓരോ കാര്യങ്ങൾ രേവതി പറയുമ്പോൾ സച്ചി രേവതിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. ഇതുപോലെ സ്നേഹിക്കുന്ന കുറേ കൂടെപ്പുറപ്പ് കൂടെ ഉണ്ടാകുമ്പോഴല്ലേ ജീവിതത്തിലൊരു അർത്ഥമൊക്കെ ഉണ്ടാകുന്നത് രേവതി. സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറേ മനക്കോട്ടയൊന്നും കെട്ടണ്ട, നാളെ ഈശ്വരൻ എല്ലാം തന്നോളൂ എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു. അപ്പം പറഞ്ഞു രേവതി ഇങ്ങനെ ഓക്കെ പറഞ്ഞു, തലയാട്ടി ഇങ്ങനെ നിൽക്കുക. സച്ചി എന്നിട്ട് അവിടെ നിന്ന് പോയി. രേവതി അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നു. പിറ്റേ ദിവസമായി ശ്രുതി ആണെങ്കിൽ അവിടെ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നു. അപ്പോഴേക്കും മീര അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടട്ടെ, അത് കണ്ടതിന് ശേഷം പറയാമെന്ന് പറഞ്ഞെന്ന് പറയുമ്പം റിപ്പോർട്ട് കിട്ടാൻ കുറേ വൈകുമെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് തരാമെന്നാ പറഞ്ഞേ എന്ന് ശ്രുതി പറയൂ കേട്ടോ. അതിപ്പോൾ തന്നെ ഡോക്ടറെയും കാണിക്കണമെന്ന കാര്യവും പറഞ്ഞു. ശ്രുതി ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് മീര പറയുവാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ല, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മതിയെന്ന് എല്ലാവരും പറയുന്നതെന്നും നിനക്കെന്താ ഇത്ര ധൃതി എന്ന് ശ്രുതിയോട് ഈ മീര ചോദിക്കുക. അപ്പോൾ എൻ്റേത് എങ്ങനെയുള്ള ലൈഫാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ മീരെ എന്ന് ശ്രുതി അന്നേരം ചോദിക്കുക. എൻ്റെ പാസ്റ്റ് എപ്പോൾ വേണമെങ്കിലും വീട്ടിലുള്ളവരറിയാം,
അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ എനിക്കും ശ്രുതിക്കും ഇടയിൽ ഒരു സ്ട്രോങ് ആയ ബോണ്ടിങ് ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ടായാൽ നിന്റെ പാസ്റ്റ് അവർ അറിഞ്ഞാൽ പ്രശ്നമില്ലെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു. മീരെ, അപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാകും, എങ്കിലും ലൈഫ് മൊത്തത്തിൽ കൈവിട്ടു പോവില്ല. കുഞ്ഞുങ്ങളുണ്ടായാൽ ശ്രുതി എന്നെ ഉപേക്ഷിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് പറയും. എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും ശ്രുതി കുഞ്ഞിന് വേണ്ടി എന്നോട് ക്ഷമിക്കുമെന്നും ശ്രുതി ഇങ്ങനെ പറയുക. അപ്പോൾ ഓൾറെഡി നിനക്കൊരു കുഞ്ഞുണ്ട്, അവനെക്കുറിച്ച് നീ ചിന്തിക്കുന്നതേ ഇല്ലല്ലോ എന്ന് മീര അന്നേരം ശ്രുതിയോട് ചോദിക്കുക. അവനെയും അമ്മയെയും ഇവിടെ കൊണ്ടുവരണം, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്ത് വാടകയ്ക്ക് താമസിപ്പിക്കണം, കുഞ്ഞിനെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ മീര ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക. അതൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യും മീരെ. ആദ്യം അവിടെ നിന്നാലേ പ്രശ്നമാണ്. അവനെ വളർത്താൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നും പറഞ്ഞ് നിൽക്കല്ലേ സച്ചിയും രേവതിയും എന്നും ശ്രുതി ഇങ്ങനെ മീരയോട് പറയണം. അവർ കാണാത്തിടത്തേക്ക് ആദ്യം മാറ്റിയേ പറ്റുള്ളൂ. അവൻ വീട്ടിലെത്തിയ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ അമ്മയാണ് ഞാനെന്ന് എല്ലാവരും അറിയുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവരെ ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്നും ശ്രുതി പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് മീര അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. ശരി, നീ റിപ്പോർട്ടായെന്ന് ചോദിക്കാം, എനിക്ക് പെട്ടെന്ന് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസമായിട്ടും ഞാൻ കൺസീവ് ആയില്ലല്ലോ എന്നും ഇനി എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണുമോ എന്നുള്ളൊരു ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പം നിനക്കെന്ത് പ്രശ്നം? ഓൾറെഡി നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ എന്ന് മീര ശ്രുതിയോട് ചോദിക്കുമ്പം നിനക്ക് ഞാനൊരു മയക്ക് സെറ്റും കൂടെ തരാം, നീ അതിനോട് വിളിച്ചു പോയി പറയാൻ പറഞ്ഞു, എല്ലാവരും അങ്ങ് അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മീരയോട് ദേഷ്യപ്പെടുക. എൻ്റെ പൊന്നെ, അറിയാവുന്ന ആരെങ്കിലും കേട്ടാൽ തീർന്നു അതോടുകൂടി എല്ലാം എന്നും പറഞ്ഞ് പേടിക്കുമ്പം ഇവിടെ നിന്നെ അറിയാവുന്ന ആരുമില്ല, സമയമായി, ബാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് പോവുക. ആ സമയത്ത് രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ദേവും കൂടെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ദേവ് എനിക്ക് ജോലി കിട്ടുമായിരിക്കും അല്ലേ ചേച്ചി, അപ്പോൾ ഇൻ്റർവ്യൂ കേട്ടാൽ നമുക്ക് നോക്കാവെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാട്ടെ ഇവർ. നീ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം പറയണം കിട്ടുന്നു, അപ്പോൾ പിന്നെ പറയാതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് ദേവ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പോണ ദേവുവിനെ പിടിച്ചു നിർത്തി, മോളെ മുൻപ് നിന്നെ സൈക്കിളിലിരുത്തി ഞാൻ സ്കൂളിലോട്ട് വിടാറുണ്ടായിരുന്നു, ഇപ്പം നിന്റെ ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയുമ്പോൾ അത് ചേച്ചി വന്നാൽ എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ദേവ് പറയാം. അപ്പം ഞാൻ വന്നത് കൊണ്ടല്ലടി മോളെ, ഉറപ്പായിട്ടും നിനക്ക് ജോലി കിട്ടും ദേവു എന്ന് രേവതി ദേവുവിനോട് പറയുക. അപ്പം പിന്നെ ഒരു പെണ്ണ് എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കുന്നത് അത്യാവശ്യമാണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഗതി വരരുത്, അങ്ങനെ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഒരു ജോലി അത് അത്യാവശ്യമാണ് മോളെ എന്നും പറഞ്ഞു. നാളെ നീ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലെത്തിയ ജോലി ഉണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെതായ ബഹുമാനവും മര്യാദയും ഒക്കെ അവിടെ കിട്ടുമെന്നും പറഞ്ഞു. ഭർത്താവിനെയും വീട്ടുകാരെയും ആശ്രയിച്ച് ജീവിക്കേണ്ടവളാണെങ്കിൽ ഇതൊന്നും കിട്ടില്ല മോളെ എന്നും രേവതി പറഞ്ഞു കൊടുക്കും. എനിക്കതൊക്കെ അറിയാം ചേച്ചി, എൻ്റെ ചേച്ചി തന്നെയല്ലേ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് ദേവു അന്നേരം രേവതിയോട് പറഞ്ഞു. ചേച്ചി വാന്നും പറഞ്ഞു. അങ്ങനെ ചേച്ചിയും കൂട്ടി ദേവു അങ്ങോട്ടേക്ക് പോവാം. പിന്നെ അവിടെ ഒരു സ്റ്റാഫിനെ കണ്ടു, അവരോട് ചോദിച്ചു എവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത് എന്ന്. അപ്പോൾ ഓഫീസിലാണെന്ന് പറഞ്ഞു. അവരങ്ങോട്ടേക്ക് നടന്ന് ചെല്ലുന്നു, ഇവരന്നേരം ഇങ്ങോട്ട് വരുന്നു, അതായത് ശ്രുതിയും മീരയും. അപ്പോൾ മോളെ പ്രാർത്ഥിച്ചിട്ടൊക്കെ കയറണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവുവിനെ അനുഗ്രഹിച്ച് വിടുക രേവതി. അപ്പോൾ ചേച്ചിയുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദേവുവിനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ രേവതി പുറത്തിരിക്കുക. അങ്ങനെ രേവതിക്ക് നേരെ ഒരു ഫോൺ വന്നു. അപ്പോൾ ഫോൺ എടുത്ത് അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. അയ്യോ ഇല്ലില്ല വൈകില്ല, പെട്ടെന്ന് തന്നെ എത്തിച്ചോളാവേ എന്നൊക്കെ പറഞ്ഞ രേവതി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഫോണും വിളിച്ച് നമ്മുടെ രേവതി ഇങ്ങനെ ആകെ വല്ലാത്ത ഒരു ടെൻഷനിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ദൈവമേ, മാല പെട്ടെന്ന് എത്തിച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ, ഇൻ്റർവ്യൂ കഴിയാൻ ഇനിയും കുറേ സമയം എടുക്കുമോ എന്തോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ടെൻഷനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അയാളെ ശ്രുതി ഡോക്ടറെ കാണാനായിട്ട് അങ്ങ് ചെന്നു. അപ്പോൾ ശ്രുതി എന്ന ഡോക്ടറുടെ മുന്നിലിരുന്നു. അപ്പോൾ ഡോക്ടർ ശ്രുതിയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ എന്നാണ് ഡോക്ടർ ചോദിക്കുക. അപ്പോൾ ഇല്ല ഡോക്ടർ, നോർമൽ ഡെലിവറി ആയിരുന്നു എന്നും പെയിൻ വന്ന 2-3 മണിക്കൂറിനുള്ളിൽ ഡെലിവറി നടന്നു എന്നും ശ്രുതി ഡോക്ടറോട് പറയുക. പിന്നെ അന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആയായിരുന്നു. അല്ല ഇപ്പോൾ എന്താ കൺസീവ് ആകാൻ വൈകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അല്ല റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പം ഫിസിക്കലി നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ ഓൾറൈറ്റ് ആണെന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് സമാധാനമായി. പിന്നെന്താ മേഡം കൺസീവ് ആകാത്തതെന്ന് ചോദിക്കുമ്പം വേറെ ചില കാരണങ്ങൾ കൊണ്ടും വൈകാം, മെൻ്റലി സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും വിഷയം ഓർത്ത് നിങ്ങൾക്ക് സ്ട്രെസ്സോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പം ശ്രുതി ഇങ്ങനെ കിടന്ന് പരിങ്ങുക. അപ്പോൾ ഉണ്ട് ഡോക്ടർ, ചിലപ്പോഴൊക്കെ സ്ട്രെസ്സ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രോബ്ലംസ് ഇല്ലാത്ത ഫാമിലീസ് ഉണ്ടോ?
അത് വിചാരിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട, റിലാക്സ് ആയിരിക്കാനായിട്ട് ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അതും പറഞ്ഞ് ശ്രുതിക്ക് വേണ്ടുന്ന എന്തൊക്കെയോ വൈറ്റമിൻ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതുന്നുണ്ട്, കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വരാതെ നോക്കാൻ പറഞ്ഞു. ഞാനേ അങ്ങനെ തന്നിരിക്കുന്ന മരുന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർ ശ്രുതിയെ പറഞ്ഞു വിട്ടു. മീര പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മരുന്നിൻ്റെ സ്ട്രിപ്പും മേടിച്ച് നമ്മുടെ ശ്രുതിയും മീരയും കൂടി ഇങ്ങോട്ട് പോരുന്നു. അപ്പോഴാണ് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത്. രേവതിയുടെ ഫോണിലേക്ക് വീണ്ടും കോള് വന്നു. രേവതി എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് അതിലെതിരെയൊക്കെ പോവുക. അങ്ങനെ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ഓരോരുത്തരോട് മറുപടിയൊക്കെ പറഞ്ഞ് രേവതി തിരിച്ചു വരുമ്പോഴത്തേക്കും ദേവ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നു. വന്നപ്പോൾ മോളെ ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നോ? അവർ ചോദിച്ചാനൊക്കെ നീ ഉത്തരം പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ടെൻഷൻ ആവത്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ, നീ പറഞ്ഞോ? അപ്പോൾ നന്നായിരുന്നു ചേച്ചി എന്നും ദേവ് പറഞ്ഞു. അപ്പോൾ ജോലി കിട്ടിയല്ലേ? അപ്പോൾ കൺഫേം ആയിട്ടില്ല, പക്ഷേ ജോലി കിട്ടും എന്ന് ദേവ് രേവതിയോട് പറഞ്ഞു. അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് അവരെ അറിയിക്കും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ദേവു എന്ന് ചോദിച്ചു. അല്ല അറിയില്ല ചേച്ചി. അതെന്താ അങ്ങനെ ചോദിച്ചേ? അതെ, ഇന്ന് കൊടുക്കേണ്ട ചില ഓർഡറുകൾ ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിരുന്നു. സ്ഥിരം കസ്റ്റമേഴ്സിൽ ചിലർക്ക് പൂ കൊടുക്കാനും ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു ചേച്ചി എന്നെ 2 തവണ വിളിച്ചിരുന്നു എന്നും പറയാം. ഒരു 15 മിനിറ്റിനകം മാല എത്തിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞെന്ന് പറയുമ്പം എന്നാൽ ചേച്ചി പൊക്കോ, ഇവിടെ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ നിന്നെ തനിയെ വിട്ടിട്ട് ഇപ്പോൾ ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. ഓ പിന്നെ ഞാനതാ ചെറിയ കുട്ടി വല്ലതും ആണോ എന്ന് ദേവു അന്നേരം രേവതിയോട് ചോദിക്കുകയാണ്. കൃത്യസമയത്ത് പൂ കൊടുത്തില്ലെങ്കിലേ അവർ പിന്നെ നമ്മളോട് പൂ മേടിക്കില്ല എന്ന് പറഞ്ഞു. ചേച്ചി വേഗം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ദേവു നിർബന്ധിച്ച് രേവതിയെ പറഞ്ഞു വിടുക. രേവതിക്ക് പോകാൻ മനസ്സില്ല. ചേച്ചി ചെല്ലും, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് രേവതിയെ ദേവു പറഞ്ഞു വിട്ടിട്ട് ദേവു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ രേവതി വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ദേവ് ഫോൺ വരുന്നു. അപ്പോൾ സച്ചിയുടെ കൊള വരുന്നത്. ഞാൻ ഹലോ സച്ചേട്ടാ. അപ്പോൾ ദേവുവിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അവൾക്ക് ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, അവളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണെന്ന്, ഇൻ്റർവ്യൂ നന്നായിരുന്നെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞു. ജോലി കിട്ടുമെന്ന് തന്നെ അവൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ മനസ്സും അങ്ങനെ തന്നെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സച്ചേട്ടൻ ഞാനിപ്പോൾ ഹോസ്പിറ്റലിന് നടയിൽ നിൽക്കുക, എനിക്കൊരു ഓർഡർ കൊടുക്കാനുണ്ട്, ഞാൻ പോട്ടെ, ജോലി കിട്ടിയ ദേവ് വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞ് രേവതി അങ്ങ് ഫോൺ കട്ട് ചെയ്തു പോകാൻ നോക്കുന്നു. ആ സമയത്ത് സച്ചു സന്തോഷത്തോടെ ഈച്ചയോട് പറയുക ദേവുവിന് ജോലി കിട്ടുന്ന കാര്യം. ഈച്ചയാണ് അവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എനിക്ക് വേണ്ടടാ നിൻ്റെ പാർട്ടി ഒന്നും എനിക്ക് വേണ്ട, അതിന് നീ വേറെ ആളെ നോക്കിക്കോ, നീ വേറെ ആളാ, അതുകൊണ്ട് നിൻ്റെ പാർട്ടിക്ക് ഞാനില്ല, സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ സച്ചി നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ ഇരിക്കുക. അപ്പോഴേക്കും മീരയും ശ്രുതിയും ലേറ്റായി എന്നും പറഞ്ഞിങ്ങനെ വരിക. എന്ത് തിരക്കാ ഫാർമസിയിൽ, അപ്പം മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള വഴി നോക്കണം, വൈകുന്നത് ചിലപ്പോൾ സ്ട്രെസ്സ് കാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കെന്തിനാണ് ഈ സ്ട്രെസ്സ്? നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ ഒരു വലിയ പണക്കാരനാണെന്ന് ആരോടെങ്കിലും കള്ളം പറഞ്ഞിരുന്നോ എന്ന് മീര ചോദിക്കും കേട്ടോ. അതുമല്ല, കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ആരോടെങ്കിലും മറച്ചു വെച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീര ചോദിക്കാം. എന്തിനാ ഈ സ്ട്രെസ്സും ഈ ടെൻഷനും ഒക്കെ? അപ്പം എന്താണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്നേരം പിന്നെ പറയാതെ ഇങ്ങനെ എത്ര കള്ളങ്ങളാണ് നീ പറഞ്ഞിരിക്കുന്നത് എന്ന് മീര ശ്രുതിയോട് ചോദിക്കുക. ഇതൊക്കെ ആരെങ്കിലും അറിയുമെന്നുള്ളൊരു ഭയമല്ലേ നിനക്ക് സ്ട്രെസ് ഉണ്ടാക്കാൻ ഉള്ള വഴി അല്ലെ? കാരണം ഈ ഭയം നിന്നെ വിട്ട് പോവുകയില്ലെന്ന് പറയുമ്പം ഈ ഭയം മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടത് കുഞ്ഞ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ശ്രുതി എന്നെ വിട്ടു പോകരുത്. എന്തായാലും എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ശ്രുതി എങ്ങനെയെങ്കിലും ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു ശ്രുതി. മീര നീ വന്നേ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ ലൂസ് അതിന് വരുമെന്ന് ചോദിച്ചു മീര. ലൂസോ? ആര്? ആ ശ്രുതി തന്നെ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ മീര, ലൂസ് ആയതുകൊണ്ടല്ലേ അവൻ കളർ ഷർട്ട് മാറ്റിയിട്ടുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെയെങ്കിലും ഒരുത്തനുണ്ടല്ലോ, നിനക്ക് അതും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവു ഇവർ രണ്ടുപേരെയും കണ്ടു. ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത് ദേവു കണ്ടിട്ട് ദേവു ഇങ്ങനെ അന്തം വിട്ട് ഇവരെ നോക്കുക കേട്ടോ. അന്നേരം എൻ്റെ പൊന്നെ, ശ്രുതി ചേച്ചി എന്തിനായിരിക്കും ഇവിടെ വന്നത്? ഈ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കുക. ദേവു വേഗം നിന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോഴത്തേക്കും അവരങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ദേവിക എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിളിച്ചു. അപ്പോൾ ദേവുവിന് ശ്രുതിയോട് മിണ്ടാൻ പറ്റിയില്ല. തലനാരിഴയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാതെ പോയി. പക്ഷേ ദേവുവിന് നമ്മുടെ ശ്രുതി കണ്ടതുമില്ല. അപ്പോൾ ദേവിക ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പെട്ടെന്ന് ചെല്ലു കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവു ഓഫീസിലേക്ക് ചെല്ലു കേട്ടോ. ആ സമയത്ത് അച്ഛൻ അവിടെ ഗേറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി വന്നപ്പോൾ വെള്ളം ഒഴിച്ച് ഈ ഗേറ്റ് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ രവിയേട്ടൻ. അപ്പോൾ ഇതെന്താ രവിയേട്ടേ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് കണ്ടില്ല, നീ ചെയ്യേണ്ട ജോലിയല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഗേറ്റ് തുറക്കാനോ? അയ്യോ
എൻ്റെ പൊന്ന ചന്ദ്രൻ, നീ രാവിലെ തന്നെ ഇങ്ങനെ കെട്ടി ഒരുങ്ങി കെട്ടിലമ്മയെ പോലെ നടക്കാതെ എന്തെങ്കിലും ഒരു പണിയെടുക്കും, നിന്റെ വണ്ണമൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കുറച്ചോളാം. അല്ല, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് കാര്യം പറ എന്ന് പറയുമ്പോൾ രേവതി എന്താ വരാത്തേന്ന് ചോദിച്ചു. നിങ്ങൾ മരുമോളെ വിളിച്ച് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ, എനിക്ക് വിശക്കുന്നു എന്ന് ചന്ദ്ര. എൻ്റെ പൊന്ന്, നിന്റെ വയറ്റിലെന്താ കോഴിക്കുഞ്ഞു വല്ലതുണ്ടോ? എന്തൊരു വിശപ്പാടി ഇത്? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. നീ രാവിലെ തന്നെ അവിടെ നിന്ന് വെട്ടി വിഴുങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലും ചോദിച്ചു. ഒരു മനുഷ്യന് വിശക്കാനും പാടില്ല, എന്തൊരു കഷ്ടം ഇത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും പോയി ഉണ്ടാക്കി കഴിക്കുക. അതിനെന്തായാലും നീ രേവതി മോളെ കാത്തു നിൽക്കുന്നേ? അല്ല, ഇനി അവൾക്ക് പൂ വിറ്റ് തീർന്നില്ലേ? വഴിയിലൊരു കഴുതിയെ കണ്ടാൽ അതിനോട് നിന്ന് വർത്താനം പറയും, അതായി വൈകുന്നതെന്ന് പറഞ്ഞപ്പം അവൾ വരാൻ കുറച്ച് വൈകും. അവളുടെ അനിയത്തിയുടെ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ? അതെ, അവൾക്ക് ഹോസ്പിറ്റലിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അവൾ അതിന് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അവൾക്കൊക്കെ ജോലി കിട്ടുമോ? അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് ജോലി കിട്ടും എന്ന് രവിയേട്ടൻ പറഞ്ഞപ്പം ഈ ചന്ദ്രൻ ഒന്ന് ഭയങ്കര കളിയാക്കി ചിരി. നീ എന്തിനാണ് ചിരിക്കുന്നത്? മനസ്സിലായില്ലല്ലോ. ജോലി കിട്ടാനോ? 7 ഡിഗ്രിയുള്ള എൻ്റെ ബുദ്ധിമാനായ മോന് പോലും ജോലി കിട്ടിയില്ല, പിന്നെ അല്ലേ ഒരു ഡിഗ്രിയുള്ള അവൾക്ക് എന്ന് ചന്ദ്ര ചോദിക്കുമ്പം എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ മതി, ബുദ്ധിമാനായ മോനെന്ന് നീ പറയണ്ടെന്ന് പറഞ്ഞു. അതെ, ദേവുവിന് ജോലി കിട്ടും, അത് 100% ഉറപ്പാണെന്ന് പറയുമ്പം കിട്ടും, കിട്ടും, നോക്കിക്കോ ഇപ്പം കിട്ടും. അവൾ രേവതിയെ പോലെ പൂ വിറ്റ് ജീവിക്കേണ്ടവളാണെന്നും അതിനപ്പുറം സ്വപ്നം കണ്ടാലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചന്ദ്ര. എൻ്റെ പൊന്ന് ചന്ദ്ര, കരുനാക്കടത്ത് നീ വളയ്ക്കാതെ ആ കൊച്ചെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു രവിയേട്ടൻ. ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി. ഈ സമയത്ത് അകത്ത് കയറി. പക്ഷേ ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ അവൾക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു ചന്ദ്രൻ നിൽക്കും. ഇതിപ്പോൾ ആകെ വൈകിപ്പോയല്ലോ. അവൾക്കെങ്ങാനും ജോലി കിട്ടിയ ആ പൂക്കാരിയുടെ അഹങ്കാരം കാണേണ്ടി വരുമല്ലോ ടീച്ചറാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നെഞ്ചത്ത് കയ്യും വെച്ച് അലറി വിളിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. നന്ദി.